ഈ കോലാണ് കേട്ടാ. ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു അവർ ന്യൂ വ്ലോഗ്. വെറും വ്ലോഗ് അല്ല, നമ്മളിത് ചെയ്യാൻ പോകുന്നതാണ്. ഒരു കൊല്ലമായില്ലേ യെസ് ഫുഡ് ചാലഞ്ച്. ബിക്കോസ് കഴിഞ്ഞ തവണ നമ്മൾ ചെയ്തത് എപ്പോഴാണ്, കഴിഞ്ഞ കൊല്ലത്തെ വിഷുവിന് നമ്മൾ റെഡി ടു ഈറ്റ് കേരള സദ്യ ആയിട്ടുള്ള ഫുഡ് ചാലഞ്ച് ആയിരുന്നു നമ്മൾ ചെയ്തിരുന്നത്. ബട്ട് സാരില്ല ഗൈസ്, ദേര ദൂസ്ത എന്നുള്ള സംഭവമുണ്ട് ഹിന്ദിയിൽ. അപ്പൊ നമുക്ക് അതിങ്ങനെ പനിച്ചും കൊണ്ട് വേഗം തന്നെ മറന്നു കളയാൻ നമ്മൾ ചെയ്യാൻ പോണതാണ് 24 hours ഫുഡ് ചാലഞ്ച്. ആൻഡ് ഈ ഫുൾ 24 hours ഞാൻ കഴിക്കാൻ പോണത് വെറും ഷാർക്ക് ടാങ്ക് ഓൾമോസ്റ്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണ്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഷാർക്ക് ടാങ്കിന്റെ എപ്പിസോഡ്സിൽ വന്നിരിക്കണതല്ല കേട്ടോ. ഈ ഐറ്റംസ് നമ്മൾ ചാലഞ്ച് ആയിട്ട് കഴിക്കാൻ പോയത് നമ്മൾ ഗുജറാത്തിലേക്ക് ഷിഫ്റ്റ് ആവുന്നതിന് മുന്നേ നാട്ടിൽ വെച്ച് ചെയ്യേണ്ട കാര്യമായിരുന്നു. പക്ഷെ ഓ മൈ ഗോഡ്, പാക്കിങ്ങും പിന്നെ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആവണ തിരക്കിൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല. ബട്ട് എല്ലാം ഞാൻ പൊതിഞ്ഞിങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് ഒരു കൊല്ലമായിട്ട് എനിക്കറിയാം. അതിപ്പോ കൊണ്ടുവന്നിട്ട് ഞാൻ ആ ബാഗ് ഇതുവരെ തുറന്നിട്ടില്ല. സോ എനിക്ക് ഇച്ചിരി പേടിയുണ്ട് ഇന്നത്തെ ഫുഡ് ചാലഞ്ചിൽ അതിനകത്ത് എന്തെങ്കിലും ഐറ്റംസ് എക്സ്പയർ ആയിട്ടുണ്ട് കഴിഞ്ഞാൽ പട്ടിണി. സോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നിങ്ങൾ എക്സൈറ്റഡ് ആണ് എനിക്കറിയാം. ഞാൻ കഴിക്കും, നിങ്ങളെ കൊതിപ്പിക്കും. അപ്പൊ ഇന്നത്തെ ഫുഡ് ചാലഞ്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ്സ് ഗോ. അപ്പൊ ഇവിടെ ഒരാൾ ഭയങ്കര ബിസി. ഗുഡ് മോർണിംഗ് മമ്മി. എന്ത് ബ്ലൗസ് ആണെന്നറിയോ ഗൈസ്? എന്റെ തിരുവാതിരയുടെ ബ്ലൗസ് ആണ്. മമ്മി എടുത്താൽ നല്ലതാണല്ലോ. മമ്മിക്ക് യൂസ് ചെയ്യാലായിരുന്നു. ഞാൻ പാതൊന്നും കേട്ടാ. പിന്നെ എന്തെങ്കിലും പറയണമായിരിക്കും. ഓക്കെ ഓക്കെ. അപ്പൊ മമ്മി ഓൾറെഡി കഴിച്ചിരിക്കണം, നമുക്ക് വേഗം പോയി കഴിക്കാം. അപ്പൊ രാവിലെ നമ്മുടെ ഐറ്റം ഭയങ്കര ഒച്ചയും ബഹളം അല്ലേ, നമുക്ക് ഈ വാഴ അടച്ചേക്കാം. രാവിലെ ഇപ്പൊ ഞാൻ കഴിക്കാന്ന് വിചാരിച്ച സംഭവം ഞാൻ ഓൾറെഡി ഓർഡർ ചെയ്തിരുന്നു, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നു. അപ്പൊ ആ ഐറ്റം ഇല്ലായിരുന്നു, അത് വേറെ ആയിരുന്നു വച്ചിരുന്നത്. കാരണം ലീക്ക് ആവാനുള്ള ചാൻസസ് ഉണ്ടായിരുന്നത് കൊണ്ട്. അതാണ് അച്ചാർ. അത് ജാജിയാണോ? ജാജി അച്ചാർ എന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പൊ അതാണ് ഈ ഒരു അച്ചാർ. ഞാൻ അന്ന് മേടിച്ചിരുന്നത് 4 ചെറിയ ചെറിയ കുപ്പികളായിരുന്നു. പേഴ്സണലി ഫീൽ ആയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രേവി കൂടുതലാണ്, കഷ്ണങ്ങൾ കുറവാണെന്നാണ് എനിക്ക് തോന്നിയിരുന്നല്ല, ശരിക്കും അങ്ങനെ തന്നെയായിരുന്നു. ബട്ട് ആ 4 ഫ്ലേവേഴ്സ് വേറെ ആയിരുന്നു. ടേസ്റ്റ് സൂപ്പർ ആയിരുന്നു കേട്ടോ, അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഇത്തവണ ഞാൻ ഈ ഒരു വേറെ ഫ്ലേവറാണ് മേടിച്ചേക്കണ, ഈ ഒരു ജാജി ടേസ്റ്റ് ഓഫ് മിഥില. മിഥില അറിയാമോ? നമ്മുടെ സീതാമ്മ, നമ്മുടെ ദേവി സീത ജനിച്ച സ്ഥലം, അവിടത്തെ അപ്പൊ ലാൽ മിർച്ച് ലസുൻ മിക്സ് ചട്നിയാണ് കേട്ടോ ഇത്. അപ്പൊ നമ്മളിത് വെറുതെ ഈ രാവിലെ വെറും വയറ്റിൽ മിഴുകി ഡെഞ്ചരിച്ചിൽ ഉണ്ടാക്കൂലല്ലോ. അപ്പൊ അതിന് വേണ്ടി നമുക്ക് ഇതിന്റെ കൂടെ കഴിക്കാനൊക്കെ ഉണ്ടാക്കാം. പറാഠ. യെസ്, നമുക്ക് നല്ലൊരു പറാഠ ഉണ്ടാക്കാം. ഗോഡ്, പറാഠ വിത്ത് അച്ചാർ. വാട്ട് എ കോമ്പിനേഷൻ. ലെറ്റ് മി നോ ഇതൊക്കെ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് എത്രമാത്രം ഇഷ്ടം പറയാം. അപ്പൊ നമുക്ക് വേഗം പറാഠ ഉണ്ടാക്കാം. കാരണം എനിക്ക് കോട്ടേജ് കഴിഞ്ഞിട്ടില്ല. പിള്ളേരെ, ഐ ആം സോ ഹംഗ്രി. വിശന്ന് കോട്ടല് കരിഞ്ഞിട്ട് പോയി. അപ്പൊ നമ്മുടെ ടേസ്റ്റി ചീസി പറാട്ട ഇവിടെ റെഡി ആണ്. അമ്മ ഇച്ചിരി ഒന്ന് ഫാൻ കുറച്ചേക്ക്, അല്ലെങ്കിൽ ഒച്ച കട്ടാവും. എന്റെ വിശന്ന് കണ്ണ് കാണില്ല, ഒന്നുമില്ല. ഓക്കെ ഗൈസ്, നമ്മൾ ഇനി ഇത് പേരച്ചിയാണ്. ടു ബി ഓണസ്റ്റ്, ഇത് വന്ന അന്ന് തന്നെ, ഞാൻ നാളെ വന്നത് അന്ന് തന്നെ മമ്മി എന്നെ കൊണ്ട് ഇത് തുറപ്പിച്ചു. ബട്ട് ട്രസ്റ്റ് മീ, പ്രോമിസ്, ഞാൻ ഇത് ഇതുവരെ ടേസ്റ്റ് ചെയ്തിട്ടില്ല. മമ്മി ഇത് കണ്ടിന്യൂസ്ലി 3 ദിവസമായിട്ട് ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് എന്തോ കാര്യമുണ്ട് ഇതില്. അല്ലെങ്കിൽ മമ്മി പിന്നെ ആ ഭാഗത്തോട്ട് കിടക്കാത്താണ്. ഓക്കെ, എന്തോരം എണ്ണയാണ്. അപ്പോ നമുക്ക് ആ എണ്ണ ഭാഗം. ബൈ ദ വേ, മമ്മി അമ്മ സ്നേഹം കാണിച്ചും കൊണ്ട് എനിക്ക് ഓൾറെഡി അലേർട്ട് തന്നിട്ടുണ്ട് ഇത് ഒടുക്കത്തെ എരിവാണെന്നുള്ളത്. അപ്പൊ നമുക്ക് ഇച്ചിരി മാത്രം എടുക്കാം. ഈ ഒരു വെളുത്തുള്ളി കഷ്ണം ബാക്കി നമുക്ക് മാറ്റാം. ഓക്കെ ഗൈസ്, ലെറ്റ്സ് ഹാവ്. നമുക്കിവിടെ പറാഠ ഉണ്ട്, നമുക്കിവിടെ അച്ചാറുണ്ട്. പറാഠ, അച്ചാർ, ആൻഡ് ഇവിടെ നമുക്കുണ്ട് കുറച്ച് കട്ടൻ ചായ. ഓക്കെ, ലെറ്റ്സ് ചീസ് അങ്ങനെ വല്ല അവസ്ഥയിൽ വരുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. നോ ഗൈസ്, ചീസ് കട്ട പിടിച്ചു. ഇത്രയും വേണോ ഇത്രയും വേണോ? അപ്പൊ നിങ്ങളൊക്കെ ആദ്യം എരിഞ്ഞോട്, എന്നിട്ട് ഞാൻ കഴിക്കാം. സൂപ്പർ ടേസ്റ്റ് ഗൈസ്. കുറച്ച് കട്ടൻ ചായ.
അയ്യോ എവിടെന്നെങ്ങാണ്ടൊക്കെ എരിവ് ഇങ്ങനെ പോണം മൂക്കിന്നൊക്കെ ഇങ്ങനെ ടേസ്റ്റി. അയ്യോ ഒരു പൊറാട്ടയും കൂടെ ഉണ്ടാക്കാറ്. ഞാൻ ഉണ്ടാക്കിയില്ല മനപ്പൂർവ്വം ഗൈസ്. അല്ലെങ്കിൽ എനിക്ക് ആർത്തി കൂടിയിട്ട് കഷ്ടപ്പെട്ടാണ് എന്റെ ഡയറ്റിങ് ചെയ്യണം സത്യം പറഞ്ഞ. ബട്ട് ദിസ് ഇസ് സീരിയസ്ലി ടേസ്റ്റി. ഇത് എങ്ങനെയാന്ന് പറയുമ്പോ എനിക്ക് തോന്നുന്നത് നമ്മള് കൊറിയൻ നൂഡിൽസ് അതുപോലെ, പക്ഷെ അത് ഒടുക്കത്തേരും, പക്ഷെ ടേസ്റ്റിനകത്ത് സൂപ്പർ. അതുപോലെ കണ്ടിട്ട് ഇപ്പൊ ഇത് ഗോഡ് യമ്മി. ഭയങ്കര ഇഷ്ടപ്പെട്ടു സത്യം പറഞ്ഞു. ലേറ്റ് ആണ് കഴിച്ചെങ്കിൽ പോലെ ഞാൻ ഭയങ്കര ഹാപ്പിയാ ഗൈസ്. നല്ല സാറ്റിസ്ഫാക്ഷൻ ഉള്ള ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ ഗോതമ്പിന്റെ ഐറ്റം വെച്ചിട്ടല്ലേ കഴിക്കണം. മമ്മി ചോറിനൂടെ കഴിച്ചു, സ്റ്റിൽ അമേസിംഗ് ആയിരുന്നു ടേസ്റ്റ് എന്നാ മമ്മി പറഞ്ഞത് കേട്ടോ. അപ്പൊ ഇതിനകത്ത് എഴുതിയേക്കണം 500 rupees ആണ് ഫോർ 1 kilo. ആമസോണിൽ വെച്ച് എനിക്ക് അതിനെക്കാട്ടും വില കുറവായിരുന്നു എന്നുള്ളത് ലിങ്ക് എന്തായാലും കൊടുത്തേക്കാം കേട്ടോ. ഡു ട്രൈ ദിസ് ഗൈസ്. ഞാനിപ്പോ എൻജോയ് ചെയ്തിട്ട് ഒരു കഷ്ണം കൂടെ ഉണ്ട്. ഓക്കേ ഗൈസ്, ലെറ്റ്സ് ഓപ്പൺ ദിസ്. പേടിയോടെ കഴിച്ച ഒരു കൊല്ലാട്ടി അത് തുറന്നിട്ട് ഇനി തുറക്കുമ്പോ എന്തായിരിക്കും അവസ്ഥ? എനിക്ക് പേടിയുണ്ട്. ഇവിടെ നിന്ന് സംഭവം എന്താ ദ്രവിച്ചൊക്കെ തുടങ്ങിയിട്ട ബാഗ്. നമുക്ക് ഫാൻ ഇടാതെ ഭയങ്കര ചൂട്. നമുക്ക് ചെറിയ ഇതൊന്നും തുടങ്ങിയാൽ ഇന്നത്തെ ചെറുത്. ഓക്കെ 2 സിബാണ് കേട്ടാ. ഒന്ന് ഇച്ചിരി കൂടുതൽ ഗ്യാപ്പ് ഉള്ളതൊന്നും ചെറുത്. എനിക്ക് മിക്കവാറും ഓർമ്മ നടുക്കിലത്തെ പാർട്ടീഷൻ കീറി പോയിട്ടുണ്ട്. ഒക്കെ മിക്സ് ആയി കിടക്കാണെന്നാണ് തോന്നുന്നത്. നമുക്ക് ചെറുതിന്ന് തുടങ്ങാം ആദ്യം. എന്തൊക്കെയാണ് നോക്കട്ടെ ഞാൻ ചെറുതിലിട്ടാ. കാരണം വേറെ ഫുഡ് ചാലഞ്ച് ഐറ്റംസ് ഉണ്ട്. അപ്പൊ അതെനിക്ക് നിങ്ങളെ ഒളിപ്പിച്ചേ പറ്റുള്ളൂ നമ്മുടെ ഫ്യൂച്ചർ ആവശ്യങ്ങൾക്ക് വേണ്ടിട്ട്. ഓക്കെ ചെറുതിലൊന്നുമില്ല. ഇവിടെ ദ്രവിച്ചൊക്കെ തുടങ്ങിയത്. എനിക്ക് പേടിയാണ്. ഓക്കെ നൈസ്. കണ്ടിട്ട് കുഴപ്പമൊന്നും തോന്നുന്നില്ല കേട്ടോ ഗൈസ്. എല്ലാം നല്ല അവസ്ഥയിൽ തന്നെയാണ്. കഴിക്കൂല. താങ്ക് ഗോഡ് എല്ലാം നല്ല അവസ്ഥയില്ല. ഞാനൊന്ന് ഇതിന്റെ എക്സ്പയറി ഒക്കെ ഒന്ന് നോക്കിക്കോട്ടെ കേട്ടാ. ഓക്കെ താങ്ക് ഗോഡ്. ഇതിനകത്ത് ഒരെണ്ണം നമ്മളിപ്പോ കഴിക്കാൻ പോണത് ഉച്ചയ്ക്ക് മിക്കവാറും. അത് ഓഗസ്റ്റിലാ ഗൈസ് എക്സ്പയർ ആവണം. സോ ലക്കി. ഒരു ഐറ്റം എനിക്ക് തോന്നുന്നു ഇതിനകത്ത് എക്സ്പയർ ആയിട്ടുണ്ട്. ഡേറ്റ് ഇങ്ങനെ എഴുതിയിട്ടില്ല, പക്ഷെ അതിന്റെ മാനുഫാക്ചറിങ് സംഭവം കണ്ടിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ബട്ട് നോക്കാം നമുക്ക് എന്താ വേണ്ടതുള്ളത്. ട്രൈ ചെയ്യാം. നമുക്ക് നമ്മുടെ തെക്കരി ഇവിടെ 12:30 ആയിട്ടിട്ടാൻ എനിക്ക് വിശന്ന് തുടങ്ങുന്നുണ്ട്. അപ്പൊ ലഞ്ച് ഉണ്ടാക്കാനുള്ള ത്രാണി കുറച്ച് വേണം. എനിക്ക് നല്ല വിശപ്പുണ്ട്. അപ്പൊ വിശപ്പ് വച്ചും കൊണ്ട് നമുക്ക് ഉണ്ടാക്കണ്ട. അതിന് വരും നമുക്കൊരു കുട്ടി സ്നാക്ക് കഴിച്ചാൽ. ആക്ച്വലി കുട്ടിയല്ല, അതിന്റെ പാക്കേജിങ് കുറച്ച് ജമ്പോ ആണ്. അതിന് കുറച്ച് വെള്ളം കുടിക്കട്ടെ. അപ്പൊ നമ്മള് കഴിക്കാൻ പോകുന്നത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് സ്റ്റഫ്സ് ആണ് കേട്ടോ. ചിപ്സ് ആണ് ഗൈസ്. അപ്പൊ 3 തരത്തിലുള്ള ചിപ്സ് ഉണ്ട്. അതാണ് ഈ ഒരു ബ്രാൻഡ് ടാഗ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓ മൈ ഗോഡ്, ആക്ച്വലി ഇപ്പോഴാട്ടോ ഞാൻ ശ്രദ്ധിക്കണേ, ഇതിനകത്ത് വെറും കാറ്റാണ്. ബട്ട് ഈ ഒരു ബ്രാൻഡാണ് ടാഗ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. എല്ലാം ഞാൻ മോസ്റ്റ്ലി ആമസോണിൽ തന്നെ മേടിച്ചേക്കണത്. അപ്പൊ ഞാൻ എന്തായാലും ലിങ്ക്സ് കൊടുത്തേക്കാട്ടോ. മറന്നു കഴിഞ്ഞാൽ ഓർമ്മിപ്പിച്ചോ. അപ്പൊ ഈ ഒരു ബ്രാൻഡ് ഗൈസ് ഞാൻ ചെവിയിൽ വെച്ചപ്പോ നോയിസ് ക്യാൻസലേഷൻ ആയി. How's that possible? ഓക്കെ അപ്പൊ ഇതിനകത്ത് നമുക്ക് 3 ഫ്ലേവേഴ്സ് ഉണ്ട് കേട്ടോ. ഈ 3 എണ്ണം ആക്ച്വലി ടോട്ടൽ 5 എണ്ണത്തിന്റെ പാക്കാണ് നമുക്ക് കിട്ടണത്. 2 എണ്ണം കോമൺ, അതുകൊണ്ട് ഞാൻ അതെടുക്കണില്ല. നമുക്ക് ഈ 3 അപ്പൊ ഓരോന്നോരോ നമുക്ക് ഫ്ലേവർ നോക്കാം. അപ്പൊ ഫസ്റ്റ് നമ്മുടെ അടുത്ത് ഇവിടെ ഉള്ളതാണ് ക്രീം ആൻഡ് ഓണിയൻ. യെസ്, ക്രീം ഓണിയൻ നമ്മൾ മോസ്റ്റ്ലി മറ്റേ നമ്മുടെ വേറെ ലേസും അതിനകത്തൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. ബാലാജിയിലും ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇന്ന് ഇതിനകത്ത് ട്രൈ ചെയ്യാം. അപ്പൊ ഇത് വെറുതെ ട്രൈ ചെയ്യല്ല. ഇതിന്റെ കൂടെ ആക്ച്വലി നമ്മുടെ അടുത്ത് 3 ഡിപ്സ് ഉണ്ട് ഇവിടെ. ഞാൻ ആക്ച്വലി കുറച്ച് ടെൻസ്ഡ് ആണ് ഗൈസ്. ഞാൻ ഇതിന്റെ എക്സ്പയറി ഡേറ്റ് നോക്കിയിട്ടുണ്ട്. ഡേറ്റ് ഓഫ് മാനുഫാക്ചറിങ് ഓക്കെ, പക്ഷെ എക്സ്പയറി ഡേറ്റ് ഇതിനകത്ത് കൊടുത്തിട്ടില്ല. പിന്നെ ഫ്ലേവർ എവിടെ എഴുതി വെച്ചിരിക്കണ ഹൊപ്പിൻ ഹറീസ എന്ന് പറഞ്ഞിട്ടുള്ള സോൾട്ട് ആൻഡ് മസാല ആണ് ഇത്. ആൻഡ് ഇതാണ് ബാക്ക് പാക്കിൻ റാഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള ക്രീം ആൻഡ് ഓണിയൻ ഡിവിൻ മസാല ട്രെക്കിൻ ജിവിൻ ചിപ്പോട്ടിൽ എന്തൊക്കെ പേരാണ്. അപ്പൊ അത് നമുക്ക് ക്രീം ആൻഡ് ഓണിയന്റെ കൂടെ ക്രീം ആൻഡ് ഓണിയൻ തന്നെ പെയർ ചെയ്ത് ട്രൈ ചെയ്യാം. ഓക്കെ ഏകദേശം അതുപോലെയൊക്കെ തന്നെയാണ് സ്മെല്ല്. അകത്തെ ആളെങ്ങനെയാണ്? ഓക്കെ ഇതൊരു പ്രോപ്പർ ചിപ്സ് അല്ല. എനിക്ക് ബേക്ക്ഡ് എങ്ങാണ്ടാണെന്ന് തോന്നുന്നു. പോപ്ഡ് അല്ലെങ്കിൽ ബേക്ക്ഡ്. യെസ്, നെവർ ഫ്രൈഡ് നെവർ ബേക്ക്ഡ് ആ. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കിയ ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടാ. നെവർ ഫ്രൈഡ് നെവർ ബേക്ക്ഡ്. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കിയ പോപ്ഡ് ചിപ്സ് ആ ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ
ഇവിടെ എഴുതിയിട്ടുണ്ട് പോപ്ഡ് ചിപ്സ് ആണ് കേട്ടോ. ഓക്കെ നൈസ് ലൈക്ക്. അപ്പൊ അതെന്താ ഡിഫറൻസ് പോപ്ഡും ബേക്ക്ഡും തമ്മിൽ? ലെറ്റ് മീ നോ ഇൻ ദ കമന്റ്സ്. ഓക്കെ നമുക്ക് ഇതിന്റെ ക്രീം എവിടെ പോയി? ഓക്കെ ഗൈസ് ഐ ആം റിയലി സ്കാർഡ്. ഇത് എക്സ്പയർ ആയിട്ടുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്, പേടിയും ഉണ്ട്. കാരണം ലിക്വിഡ് ആണ് പോരാണ്ട്. ഇത് എന്തോ ഒഴുകുണ്ട് ഇതിനകത്ത്. കുന്തം ഏ ഭഗവാൻ ഒക്കെ പച്ചാലേനാ പ്ലീസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടിപ്പ് ടേസ്റ്റ് ഓക്കെ നോട്ട് ബാഡ്. എനിക്കിത് കഴിക്കാനുള്ള ധൈര്യമില്ല ഗൈസ്, ഞാനിത് കഴിക്കില്ല. നമുക്കിത് വെറുതെ തിന്നാട്ടാ. മേ ബി അങ്ങനെ ആയിരിക്കും ഒന്നും കൂടെ ബെറ്റർ. എനിക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല, കാരണം നമ്മളകത്തേക്ക് ഇടുന്ന കാര്യമല്ല അതുകൊണ്ട്. അപ്പൊ നമുക്ക് ഈ ചിപ്സ് കഴിക്കാം. എന്നാ എല്ലാവരും ടേസ്റ്റ് ചെയ്തോ? നൈസ്, സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഇതില്ല, പേടിയാണല്ലോ മൈ ഗോഡ് ഞാൻ ഭയങ്കര അൺഹെൽത്തിയാ കഴിക്കണം, അങ്ങനെ ഒരു ഫീൽ വന്നില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം ആ ടേസ്റ്റ് കുറച്ച് യൂണിക് കാണാൻ പറ്റുന്നുണ്ടോ? സോ ഇതിന്റെ റേറ്റ് ആണ് ഒരു കൊല്ലം കഴിഞ്ഞല്ല ഗൈസ്, ഞാൻ മറന്നു പോയതായിരുന്നു. ഈ ഒരു പാക്കറ്റിന് 80 രൂപ. നിങ്ങൾ മറ്റേ ക്രീമാനോട് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തോട്ടെ. ഹെൽത്ത് കോൺഷ്യസ് സംഭവമാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാം. ബിക്കോസ് ഇതിനകത്ത് ഓൾറെഡി ഇങ്ങനെ എഴുതിയിട്ടുണ്ട് ഫിറ്റ് മസാല ട്രെക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വേരിയന്റ് നമുക്ക് ട്രൈ ചെയ്യാം കേട്ടോ. ഭയങ്കര എക്സൈറ്റഡ് ആയി. ഓക്കെ എല്ലാവരും കഴിച്ചോ? മുമ്പിലേക്ക് കുറച്ചിങ്ങനെ പുതിന ജീര അങ്ങനത്തെ ടേസ്റ്റ് ആണ് കേട്ടോ ഒന്നും കൂടെ ഇങ്ങനെ നിക്കണ ഹൈലൈറ്റ് ആയിട്ട്. സോൾട്ട് ട്രിപ്പിൻ എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പൊ എനിക്ക് തോന്നുന്നത് നമ്മള് സോൾട്ടഡ് പൊട്ടറ്റോ ചിപ്സ് കഴിക്കും. ലെറ്റ്സ് ഹാവ്. ഭയങ്കര ഉപ്പും ഒരുമാതിരി റോട്ടൻ ചൊവ ഉണ്ടാവൂലേ, എണ്ണ കനച്ച് വരുമ്പോ ഒരു ചൊവ. ഈ രണ്ട് ചിപ്സ് എനിക്ക് ശരിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതാട്ടോ ഒന്നോട്ടെ ക്രീം ആൻഡ് ഓണിയൻ. ഓക്കെ അപ്പൊ നെക്സ്റ്റ് ഒരു ഐറ്റം ഉണ്ട്. അത് 2 പാക്കറ്റ് ഇങ്ങനെ ഒരുമിച്ച് വന്ന ഒരു സീനായിരുന്നു ഇട്ടാ. പക്ഷെ അതിനകത്ത് ഒരു പാക്കറ്റ് പപ്പയും മമ്മ ഉണ്ടായിരുന്നപ്പോ തന്നെ നമ്മൾ ഗുജറാത്തിൽ വന്ന ആ സമയത്തില്ല. അപ്പൊ ഞാൻ മമ്മിക്കും പപ്പയ്ക്ക് അത് കൊടുത്തിട്ടുണ്ടായിരുന്നു കഴിക്കാനായിട്ട്, അത് ചായക്കൊക്കെ കഴിക്കാനായിട്ട്. അപ്പൊ പറഞ്ഞപ്പോ ഞാനും ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ഈ ഒരു ഗാർലിക് സേവ് ഇട്ട ഗാർലിക് ഭുജിയ ആക്ച്വലി. സോ ഇതാണ് ബ്രാൻഡ് ലെറ്റ്സ് ട്രൈഡ്. ആക്ച്വലി അല്ലാട്ടോ ഞാൻ ഇപ്പൊ ചെക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലായത് പാക്ക് ഓഫ് 3 ആയിരുന്നു. ഒരെണ്ണം ഫുൾ കംപ്ലീറ്റ് ആയി, രണ്ടാമത്തേനായിരുന്നു ഞാൻ ടേസ്റ്റ് ചെയ്തിരുന്നത്. ഈ മൂന്നാമത്തെ ഇപ്പൊ നമ്മൾ പൊട്ടിച്ചിട്ടില്ല കേട്ടോ. അപ്പൊ ഇതിന്റെ എന്താ പറയാ ടേസ്റ്റ് ഞാൻ ഓൾറെഡി നോക്കിയിട്ട് പ്രത്യേകിച്ചൊന്നും വ്യത്യാസം ഒരു ഇത് പറയാനില്ല. പക്ഷെ ചായയുടെ കൂടെ ഒക്കെ നമ്മൾ വൈകുന്നേരം ഇങ്ങനെ ഇരുന്ന് ചായ കുടിക്കുമ്പോൾ എന്തെങ്കിലും ഇച്ചിരി നമുക്ക് മിച്ചറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്നാക്ക് കഴിക്കാൻ തോന്നില്ല. അപ്പൊ അതിന് വേണ്ടി എനിക്കിത് ഓക്കെ ആയിട്ടാ തോന്നിയത്. നല്ലതാ ടേസ്റ്റ് തോന്നിയത്. ഇത് പ്യുവർ ഗ്രൗണ്ട് നട്ട് ഓയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിങ്ക് തേലിലാണ് ഉണ്ടാക്കിയത്. കപ്പലിന്റെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ ഫുഡിലൊക്കെ ഞങ്ങൾ അതാ യൂസ് ചെയ്യാറ്. അതുകൊണ്ട് ഒന്നും തോന്നാത്തത്. ചിലപ്പോൾ കപ്പലിന്റെ എണ്ണ പിടിക്കാത്തവർക്ക് ഇതിന്റെ ചവ പിടിച്ചെന്ന് വരില്ല കേട്ടോ. പിന്നെ സ്പൈസസ് ഉണ്ട്, വീട്ടിലുണ്ടാക്കണ പോലെ കെമിക്കൽസ് ഉണ്ടായിട്ട് ഇൻഗ്രീഡിയൻസ് വളരെ നല്ലതാ, സൂപ്പർ. ഇതിന്റെ കൂടെ ഇച്ചിരി കട്ടൻ ചായ ഇനിയിപ്പോ കുറച്ചിന്റെ വയറ് നിറഞ്ഞിട്ടുണ്ട്. നമുക്ക് പോയിട്ട് നമ്മുടെ ലഞ്ച് ഉണ്ടാക്കാം. ഓക്കെ അപ്പൊ നമ്മുടെ ലഞ്ചിന് വേണ്ടി നമുക്ക് 2 ഐറ്റം ഉണ്ട്, ഒന്ന് കഴിക്കാൻ ഒന്ന് കുടിക്കാൻ. അപ്പൊ കഴിക്കാനായിട്ട് നമ്മുടെ അടുത്ത് ഇവിടെ ഉള്ളതാണ് സോസേജ്. ഞാൻ ഫോർ ദ ഫസ്റ്റ് ടൈം എന്റെ ലൈഫിൽ ആദ്യമായിട്ട് സോസേജ് കഴിക്കാൻ പോണത്. ഇത് ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ചക്ക യൂസ് ചെയ്യട്ടെ. യെസ് ഗൈസ്. സോ ഇതാണ് ഉപക്കാവുന്നതായിട്ടുള്ള ഒരു ബ്രാൻഡിന്റെ ഹോട്ട് ആൻഡ് സ്പൈസി സോ വീഗൻ മീറ്റ് 100% പ്ലാന്റ് ബേസ്ഡ് ജാക്ക് ഫ്രൂട്ട് മീറ്റ് കേട്ടോ. അപ്പൊ എന്താ പറയാ നമുക്ക് ആ ഒരു അതേ സെയിം ഫീല് വരുന്നതാണ് പറയണത്. കാരണം അന്ന് ഞാൻ ഇതിന്റെ എപ്പിസോഡ് കാണുമ്പോഴും അതുപോലെ ആയിരുന്നു. ഭയങ്കര എന്താ പറയാ ടെംപ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. വെരി എക്സൈറ്റഡ് ഗൈസ്. ഇതിനകത്ത് ഉണ്ടാക്കുന്ന ഇൻസ്ട്രക്ഷൻ ഓക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉണ്ടാക്കുന്ന ഇൻസ്ട്രക്ഷൻസ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത്. അപ്പൊ ഇത് ഫോളോ ചെയ്യാം, നമുക്ക് ഉണ്ടാക്കാം. ബൈ ദ ബൈ ഈ ഒരു സോസേജിന്റെ ഈ ഒരു പാക്കറ്റിന്റെ റേറ്റ് ആണ് 325 rupees ഫോർ 200 gram ഓഫ് പ്രൊഡക്റ്റ്. ലെറ്റ്സ് മേക്ക് ഇറ്റ്. നമുക്ക് വേഗം ഒന്ന് നോക്കാം ഇതിന്റെ അകത്ത് എന്താ സംഭവം എന്നുള്ളത്. ഈ ഒരു അവസ്ഥയിലാണ് എനിക്ക് ഇക്കിട്ടം വന്നോണ്ടിരിക്കുക. ഓക്കെ ഇത് വേറെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ?
ഓക്കെ എന്തോ നോ യുവർ ജാക്ക് ഫ്രൂട്ട് നമ്മുടെ ചക്കനെ കുറിച്ച് അറിയും എന്നാണ് പറയണത്. അതിനകത്ത് വേറെ വേരിയൻസ് ഉണ്ട്. ലുക്ക് അറ്റ് ദിസ് കണ്ടോ. ഓക്കെ ഇതിനകത്ത് വേറെ രീതിയിൽ ഉണ്ടാക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. വാഷ് ബാസ്മതി റൈസ് 2 to 3 times and so. ഓക്കെ ഗൈസ് ഇത് ആക്ച്വലി അമ്മ ഇത് ചോറിന്റെ കൂടെ ഉണ്ടാക്കാൻ പറ്റുന്ന പറയണേ. ഓക്കെ മമ്മി അവിടെ ഇയർഫോൺ വെച്ചിരിക്കും, ഒന്നും കേൾക്കണില്ല. നമുക്കിത് ചോറിന്റെ കൂടെ തന്നെ ഉണ്ടാക്കാം കഴിയും. സമയം എത്ര ഓൾറെഡി 1:20. നമുക്കൊരു കാര്യം ചെയ്യുന്നതിനകത്ത് എഴുതിയേക്കണ പോലെ അതുപോലെ ഉണ്ടാക്കാം. കാരണം എന്നാലും ഇവരെ ടേസ്റ്റ് ഉണ്ടാവും. ബാസ്മതി റൈസിന്റെ കൂടെ നമുക്ക് ഉണ്ടാക്കാം. ലെറ്റ്സ് മേക്ക്. ഓക്കെ അപ്പൊ ഈ ഇൻസ്ട്രക്ഷനിൽ പറഞ്ഞേക്കണ പോലെ നമുക്ക് നമ്മുടെ ബാസ്മതി റൈസ് എടുക്കാം. 2 കപ്പ് പറഞ്ഞേക്കണം. നമുക്ക് അതേപോലെ രീതി തന്നെ എന്താ പറയാ ഫോളോ ചെയ്യാട്ടാ. ഇനി ഇതിനെ 2 പ്രാവശ്യം നമുക്ക് വാഷ് ചെയ്തെടുക്കാം. നമുക്കൊരു 15 minutes വരെ ഇതിനെ കുതിർത്താനായിട്ട് വെക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് വേണ്ട സംഭവങ്ങൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ അരിഞ്ഞെടുക്കാം. ഓക്കെ അപ്പൊ ഇൻഗ്രീഡിയൻസ് ഞാൻ വായിച്ചു നോക്കിയപ്പോൾ മോസ്റ്റ് ഓഫ് ദ ഐറ്റംസ് ഈ പൗഡറുകൾ, ബ്ലാക്ക് പെപ്പർ, കാടകം അങ്ങനത്തെ ഐറ്റംസ് ആണ്. നമുക്ക് മെയിൻ ആയിട്ട് അരിഞ്ഞെടുക്കേണ്ടതാണ് റെഡ് ഓണിയൻ ആൻഡ് ടൊമാറ്റോ. സവാളയും തക്കാളിയും നാടൻ സ്റ്റൈലിലാണ്. ബിക്കോസ് ഇത് കോക്കനട്ട് ഓയിലാണ് ഉണ്ടാക്കാൻ പറഞ്ഞേക്കണേ. നമുക്ക് ഇത് റെസിപ്പി ട്രൈ ചെയ്യാം. ഓക്കെ അപ്പൊ അതിനകത്ത് എഴുതിയേക്കുന്നത് 4 സ്ലൈസ്ഡ് ഒനിയൻ. സ്ലൈസ്ഡ് എന്ന് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ നീണ്ടായിട്ട് നമ്മൾ അരിയണതായിരിക്കും. എനിക്ക് ഞാൻ ഇപ്പോഴും എങ്ങാണ്ടോ വായിച്ച് കേട്ടത്. അതിന് മുന്നേ മമ്മി എന്നോട് പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്. നമ്മുടെ സവാള പല രീതിയിൽ അരിഞ്ഞതും പല രീതിയിലും പല ടേസ്റ്റ് ആണെന്നുള്ളത്. അപ്പൊ മേ ബി ഇതിനകത്ത് സ്ലൈസ്ഡ് ആയിട്ടുള്ള എങ്ങനെയാണ് അതിനകത്ത് പറഞ്ഞിട്ട് നമ്മൾ അതാ ചെയ്യണം. അപ്പൊ 4 എണ്ണം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ 2 എണ്ണം എടുക്കണോളം ഇത് ഭയങ്കര വലിയതാ ഗൈസ്. കണ്ട വലിയത് 2 എണ്ണം എടുക്കണത് ഞാൻ. ആൻഡ് 2 കുട്ടി തക്കാളി അതിനകത്ത് പറഞ്ഞ പോലെ അത് എടുക്കണം. സോ ലെറ്റ്സ് കണ്ണൊരവസ്ഥയായി. മമ്മി കഴിക്കാൻ തരാട്ടാ. ഓക്കെ സവാള കണ്ണൊരവസ്ഥയായി. ഇവിടെ ഒരു അപ്ഡേറ്റ് ഉണ്ട് ഗൈസ്. വെളുത്തുള്ളി നമുക്ക് ഉണ്ട്, ഇഞ്ചി ഉണക്ക അവസ്ഥയിലാണ്. അപ്പൊ നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പോകട്ടെ ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ ഭാഗം. അതിന്റെ പകരം നമ്മൾ ആഡ് ചെയ്യാൻ പോണതാണ് ഈ ഒരു ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. എളുപ്പപ്പണി. അപ്പൊ കുറച്ച് നമുക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനകത്ത് പറഞ്ഞേക്കണതും അങ്ങനെയാണ്. നമുക്ക് കുക്കറിൽ ഉണ്ടാക്കാം കേട്ടോ. ജീരകം, ഗ്രാമ്പൂ, ക്രഷ്ഡ് ബ്ലാക്ക് പെപ്പർ, ചതച്ച കുരുമുളക്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, സവാള, പച്ചമുളക്, തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം, ഉപ്പ്, മഞ്ഞപ്പൊടി, ഗുയ്, മുളക് പൊടി, ഗുയ്, മല്ലിപ്പൊടി, ഗുയ് ഗുയ്, മിക്സ്. ഓക്കെ ഗൈസ് അപ്പൊ ഈ കോലമാണ് കേട്ടാ. ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് അത് കാണുന്ന. സ്മെൽസ് നൈസ്. ഇത് എങ്ങനെയായിട്ട് ഇതുവരെ പ്ലാസ്റ്റിക് ഉണ്ടോ? ലെറ്റ്സ് ആഡ്. ഓക്കെ ഗൈസ് അപ്പൊ ഇവിടെ വരെ കാണാൻ നല്ല യമ്മി. നമുക്ക് ആദ്യം വെള്ളം എടുക്കാം കേട്ടോ. കാരണം നമുക്ക് ആവശ്യം വരും. മിക്സ് ചെയ്യാം. ഓക്കെ ഗൈസ് അപ്പൊ ഫുൾ ഫ്ലെയിമിൽ ഞാൻ കുക്കറിനെ വെച്ചിട്ടുണ്ട്. 2 വിസിൽ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഓഫ് ആക്കിയിട്ട് ഒരു 15 മിനിറ്റ് വീണ്ടും വെയിറ്റ് ചെയ്യണം. സമയം ഓൾറെഡി 2 മണിയായി ഗൈസ്. എനിക്ക് എന്റെ കുഴപ്പമില്ല. മമ്മി പാവം വിശന്നാകുമ്പോയിരിക്കണം. കാണാവോ? ഓക്കെ ഗൈസ് അപ്പൊ 2 വിസിൽ അടിച്ചു നമുക്ക് ഇത് ഓഫ് ആക്കാട്ടാ. ഞാൻ നേരെ നോക്കി നമ്മുടെ ഡ്രിങ്ക്സ് റെഡിയാക്കാം. സോ ഇവിടെ നമ്മുടെ അടുത്തുള്ളതാണ് ഡ്രിങ്ക്സിന് വേണ്ടിയിട്ട് ഈ ഒരു ബിയോണ്ട് വാട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഡ്രിങ്ക്സ്. ആക്ച്വലി ഇത് ഫ്ലേവേഴ്സ് ആണ്. നമ്മൾ വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരുമാതിരി സ്ക്വാഷ് പോലെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കുട്ടി ബോട്ടലിൽ ഇപ്പൊ ഞാൻ ഭയങ്കര എക്സൈറ്റഡ്. അത് 4 ഫ്ലേവേഴ്സ് ഉണ്ട്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഓരോന്നോരോന്നായിട്ട് 4 കാണിച്ചു തരാം. അപ്പൊ ആദ്യം ഉള്ളതാണ് ഈ ഒരു ലെമൺ ഐസ് ടീ ഓറഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഫ്ലേവർ, ലെമൺ മിന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഫ്ലേവർ, പീച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഫ്ലേവർ. ഈ 2 ഫ്ലേവറും ട്രൈ ചെയ്യാനാട്ടെ ഞാൻ വിചാരിക്കണത്. അപ്പൊ മമ്മിക്ക് പറഞ്ഞ എനിക്ക് പറഞ്ഞ ഓരോ ക്ലാസ്സിൽ ട്രൈ ചെയ്യാല്ല ആൻഡ് നമുക്ക് ഷെയർ ചെയ്യാല്ല അതിന് വേണ്ടിയിട്ട്. സോ ലെറ്റ്സ് മേക്ക് ദിസ്. അപ്പോഴത്തേക്ക് നമ്മള് അടിപൊളി റൈസ് ഇവിടെ റെഡി ആവൂട്ടാ. ഐ ആം വെരി എക്സൈറ്റഡ്. ഭയങ്കര വിശപ്പ്. മമ്മി അവിടെ നിന്ന് തുറച്ച് നോക്കണ്ടേ ഗൈസ്? തുറന്ന് നോക്കട്ടെ. ഓ നൈസ്. ഇതെല്ലാം മണപ്പോ എത്ര ക്വാണ്ടിറ്റി ഞാൻ എടുക്കണം എന്നുള്ളത്. വാവ് നൈസ്. ഭയങ്കര മധുരം, ഭയങ്കര ഫ്ലേവർ. ഓക്കെ ഗൈസ് അപ്പൊ ഞാൻ 2 സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കണ്ട കേട്ടാ. സം ഐസ് ക്യൂബ്സ്, വാട്ടർ.
Let's try this lemon mint one. ഇതിന്റെ നമുക്ക് അതൊന്ന് ചോവ നോക്കാട്ടോ. എനിക്ക് അതാണ് ഇപ്പൊ ഒന്നും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഓ മൈ ഗോഡ്, ഇതിനകത്ത് എന്തൊരു മിൽക്കി ടെക്സ്ചർ ഉണ്ട് ഗൈസ്. കണ്ട കുറച്ച് ഇങ്ങനത്തെ ടെക്സ്ചറാ ഗൈസ്, വെള്ളം പോലെ അല്ല മറ്റതുപോലത്തെ. ഓക്കെ, ഞാൻ ഇത് മിക്സ് ഷേക്ക് ചെയ്തില്ല, അതുകൊണ്ടാണ് തോന്നുന്നത്. വാഴക്ക. ഓക്കെ, ഷേക്ക് ചെയ്തിട്ടും അങ്ങനെയാ ഭാഗ്യം. ഓക്കെ ഗൈസ്, നമുക്ക് ഇനി ക്ഷമയില്ല, ബാക്കിയുള്ള വിസിൽ കളയാം. Let's garnish with some coriander leaves. Okay guys, mommy is here to help us with ഒടക്കാണ്ട് നൈസ് അല്ല, നമുക്ക് ഇഷ്ടപ്പെട്ട ലുക്ക് ലുക്കൊക്കെ. ഓക്കെ ഗൈസ്, അപ്പൊ ആദ്യം നമ്മുടെ മമ്മനാണ്ട ട്രൈ ചെയ്ത്. പാവ എത്ര നേരെ വെച്ചിരിക്കും. അമ്മ കഴിച്ചോ? ഞാൻ കൊടുത്തോളാം. അമ്മ കഴിച്ചോ? അമ്മ നോക്കട്ടെ. ഇതാണ് സോസേജ്, ചക്കയുടെ സോസേജ്. കഷ്ണം ഒന്ന് വെറുതെ കഴിച്ചു നോക്കി. ബോൺ അപ്പറ്റീറ്റ്, ബോൺ അപ്പറ്റീറ്റ്. അമ്മ കഴിച്ചോ സാർ? എരിവുണ്ടോ ഇനി? മനസ്സിലാവണില്ല. ടേസ്റ്റ് മനസ്സിലാവണില്ല, പക്ഷെ സംഭവം ടേസ്റ്റ്. ഓക്കെ, ചക്കയാണെന്നുള്ളത് അറിയണില്ല. ചക്കയുടെ ഉണ്ട്. ഓക്കെ ഗൈസ്, എന്റെ വായില് സുനാമി വന്നോണ്ടിരിക്കും. നമുക്ക് ഓക്കെ ഗൈസ്, ഫൈനലി നമ്മള് കഴിക്കാൻ പോവാ. ഞാൻ എത്ര എക്സൈറ്റഡ്. ആദ്യം നമുക്കില്ലേ മമ്മിയെ പോലെ തന്നെ ഇതിനകത്തുള്ള സോസേജ് ട്രൈ ചെയ്യാട്ടോ. ആരും എക്സൈറ്റഡ്. എല്ലാവരും കഴിച്ചോ? സ്മെല് വെച്ചിട്ടൊന്നും തോന്നുന്നില്ല, ബാക്കി മസാലയുടെ മണം വന്നത്. എനിക്ക് എന്താ ടേസ്റ്റ് ഉണ്ട് കേട്ടാ. ആർത്തി പിടിച്ച് പെട്ടെന്ന് ഒരു എരിവിന്റെ സംഭവം തൊണ്ടയ്ക്ക് കുടുങ്ങി. എരിവുണ്ട്, പ്ലസ് പതുക്കെ ഒരു ഇലൈച്ചിയുടെ ചൊവ്വ തോന്നിയ. എനിക്ക് അത്ര അറിയണില്ല, പക്ഷെ സംഭവം നല്ലൊരു ടേസ്റ്റ്. എനിക്ക് യൂണിക് കിട്ടാ. റൈസിന്റെ ഇവിടെ കഴിക്കാൻ ടേസ്റ്റ്. ജമ്മി. നമ്മളെ പാക്കറ്റിൽ എഴുതിയ റെസിപ്പി ട്രൈ ചെയ്യാണ്ട് കുറച്ച് നേരം പിടിച്ചെങ്കിൽ പോലും ഇതുണ്ടാക്കിയത് വേർത്തിട്ടാണല്ലേ. മമ്മിക്ക് അറിയാം ഇത് ഉണ്ടാക്കി എങ്ങനെയാണെന്ന്. വെളിച്ചെണ്ണയിൽ അല്ലേ? ശരിക്കും അതേ റെസിപ്പി ട്രൈ ചെയ്താൽ പൊള്ളിയായിട്ട് ടൗണ്ടാവട്ടെ കൂട്ടാ. നമ്മ ഒരു രക്ഷ നമുക്ക് തൈരിന്റെ കൂടെ ട്രൈ ചെയ്യാം. ഇട്ട് കൊടുക്കണ്ട, എല്ലാം ട്രൈ ചെയ്യാം. ഔട്ട് ഓഫ് ദ ബൈറ്റ്. ഓക്കെ ഗൈസ്, അപ്പൊ ഞാൻ പോയിട്ട് തോന്നൂല. അങ്ങനെയല്ല, സോയാബീൻ വേറെ ചവ ചവച്ചിരിക്കും. എനിക്ക് മഷ്റൂമും അല്ല സോയാബീനും അല്ല. കാണുമ്പോ കഷ്ണം ശരിയാ. ഗമ്മി സൂപ്പർ. നടന്നു വിട്ടു. ഇനി നമുക്ക് നമ്മുടെ ഡ്രിങ്ക്സ് കുടിക്കാം. ആക്ച്വലി സംഭവം എന്താന്ന് പറയുമ്പോ എനിക്ക് പിടി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഈ ഡ്രിങ്ക് ഇല്ലേ, നമുക്ക് രണ്ടും ഓൾമോസ്റ്റ് ട്രാൻസ്പെറന്റ് ആണ് കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നത് ഫ്ലേവേർഡ് വാട്ടർ ആണ്. ചിലർക്ക് വെള്ളം കുടിക്കാൻ പറ്റില്ല, അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. നമുക്ക് അറിയാമോ വെള്ളത്തിന്റെ ചോവ ചിലർക്ക് ഇഷ്ടമല്ല. ചിലർക്ക് വെള്ളത്തിന് ചോവ ഇല്ലാത്തത് കൊണ്ട് കണ്ട് വെള്ളം കുടിക്കുക, അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ട്. അറിഞ്ഞുകൂടെ എന്തെന്നാണ്. അപ്പൊ അവർക്ക് ഫ്ലേവേർഡ് വാട്ടർ ആണ് ദാഹം മാറാനായിട്ട്. ഫ്ലേവറുള്ള വാട്ടർ വെച്ചിട്ട് ദാഹം മാറും, ഉള്ള ദാഹം കൂടെ കൂടുള്ളൂ. എന്തെങ്കിലും ഓരോരുത്തരോട് ട്രൈ ചെയ്യാം. അപ്പൊ ഞാൻ മൊത്തിക്കഴിഞ്ഞാൽ പിന്നെ മമ്മിയുടെ തൊടൂല. അതുകൊണ്ട് നമുക്ക് കുറച്ചായിട്ട് വേറൊരു ഗ്ലാസ്സിൽ ട്രൈ ചെയ്യാട്ടോ. ആദ്യം ഞാൻ ട്രൈ ചെയ്യണത് മാംഗോ പീച്ച് ആണ്. കണ്ട, ഒരു കളറും 4 സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ആ ഒരു കോൾഡ് ഡ്രിങ്ക് അല്ലെങ്കിൽ നമ്മള് ലൈം അങ്ങനെ ജ്യൂസുകൾ കുടിക്കൂലേ, ഡ്രിങ്ക്സ്, അതുപോലത്തെ ടേസ്റ്റ് അല്ല. ഇത് ഫ്ലേവർ ഉള്ള ഒരു വെള്ളം, അങ്ങനെ മാത്രം പറയാൻ പറ്റും. നെക്സ്റ്റ് നമുക്ക് ഇവിടെ ലെമൺ മിന്റ് ഫ്ലേവർ ട്രൈ ചെയ്യാം. എനിക്ക് ഇതിനോട് ഇച്ചിരി കൂടുതൽ ഹോപ്പ് ഉണ്ട്. ലെറ്റ്സ് ട്രൈ. ഓക്കെ, ഇത് കുറച്ചിങ്ങനെ മിൽക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലായി ആ ഒരു കളറാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ഫ്ലേവർ കൂട്ടി പോലും ആഡ് ചെയ്തെന്നുള്ളത്. പക്ഷെ നല്ല രസമാണ് നമ്മുടെ ലിംക. ഓക്കെ, അപ്പൊ ഈ ഒരു ഫ്ലേവേർഡ് വാട്ടറിന്റെ ഈ ഒരു കോൺസെപ്റ്റ് എനിക്ക് അത്രയും മനസ്സിലാവണില്ല കേട്ടോ. ബിക്കോസ് ഇതിന്റെ റേറ്റ്
മമ്മി സ്ക്രീനിലേക്ക് 100 രൂപയുടെ ഗൈസ് ഈ ഒരു കുപ്പിക്ക്. ഹൈലി നോട്ട് റെക്കമെൻഡഡ്. എനിക്ക് ഇത് മനസ്സിലായില്ല എന്തുകൊണ്ടാ സാധനം. കുടിച്ചിട്ട് ഒരുമാതിരി എനിക്ക് ഇഷ്ടവും പെടില്ല. വില കേട്ടിട്ടാ തോന്നുന്നത്. ആ നെക്സ്റ്റ് പ്ലാസ്റ്റിക്. ഓക്കെ ഇത് കുടിച്ച്. ഇത് പിന്നെ നല്ല കേട്ടോ. ആണോ? ഓക്കെ മമ്മിക്ക് മാംഗോ പീച്ച് പിന്നെ ബെറ്റർ ആയിട്ടോ. എനിക്ക് രണ്ടും കണക്കാനോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ കുടിക്കില്ല. എനിക്ക് ഇച്ചിരി മഞ്ഞോളം മമ്മി ചൂടാക്കി വെച്ചിട്ടുണ്ട്. അത് കുടിച്ചാലേ എന്റെ വയറിന് വല്ല സുഖം ഉണ്ടാവുള്ളൂ. നമുക്ക് നമ്മുടെ ഫുഡ് ചാലഞ്ച് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. സോയ ചൂടുവെള്ളം. ഓക്കെ അപ്പൊ വൈകുന്നേരം ആയിട്ടുണ്ട്. ഞാനൊരു അത്യാവശ്യം നല്ല ഒരു നാപ്പ് എടുത്തു കൂട്ട. ഒരു അരമണിക്കൂറിന്റെ നാപ്പ് എടുത്ത് പിന്നെ ഞാനും മമ്മി മമ്മി കുന്തം എന്തോ ആയിപ്പോയി. ഓക്കെ അപ്പോ ഞാനും മമ്മി പിന്നെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ കാര്യങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുകയാണ് ഞങ്ങള്. അപ്പോഴത്തേക്ക് എനിക്ക് വയറ്റില് ഗുഡ് ഗുഡ് വിശപ്പ് തുടങ്ങിയ. ലെറ്റ്സ് ഹാവ് അവർ ഈവനിങ് സ്നാക്സ്. അപ്പൊ അതിന് വേണ്ടി നമ്മുടെ ഇവിടെ തൊള്ളാണ് ഉപ്പേരി. ആക്ച്വലി തൃശ്ശൂർ ഏരിയയിലൊക്കെ ഉപ്പേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഴുക്കുവരട്ടി ആവാ. എറണാകുളം സൈഡില് എന്റെ അമ്മയുടെ എന്താ അമ്മയുടെ എന്ന് വെച്ചാൽ അമ്മൂമ്മയുടെ വീട്ടിലേക്കൊക്കെ പോവാണ് നമ്മൾ അവിടെ മെഴുക്കുവരട്ടി എന്നാ പറയാ. ശരിക്കുള്ള മെഴുക്കുവരട്ടീനെ. ആൻഡ് അവിടെ എന്താ പറയാ കായവറുത്തതിനെ നമ്മള് ഉപ്പേരി എന്നാ പറയാ. ഓക്കെ സോ യെസ് അപ്പൊ ഉപ്പേരി നമുക്ക് ഇവിടെ ഉണ്ട്. അതിന് ഇത് വെറും ഉപ്പേരി അല്ല. ടേക്ക് ഇത് ഫ്ലേവേർഡ്. യെസ് ഫ്ലേവേർഡ് ഉപ്പേരിയാ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഗൈസ്. സോ ഒരു മിനിറ്റ്. ഇത് ഞാൻ ആ എപ്പിസോഡിൽ കണ്ടപ്പോ തന്നെ ഞാൻ ഓർഡർ ചെയ്തിരുന്നു കേട്ടോ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ട്രൈ ചെയ്യാനായിട്ട്. കൊറേ ടേപ്പ് ഉണ്ടല്ലോ. മടിച്ചിട്ടൊന്നും പിടിക്കണില്ല. ഓക്കെ ഗൈസ് അപ്പൊ രണ്ടെണ്ണം വീർത്തിരിപ്പുണ്ട്. ഒരെണ്ണത്തിന്റെ കാറ്റ് പോയിട്ടുണ്ട്. ഇനി ഓട്ടോകാരനാണോ എന്തോ അറിഞ്ഞൂടാ. ചിലപ്പോ അതിനകത്ത് ഇരുന്ന് പഞ്ചറായതായിരിക്കും. ബാഗിന്റെ അകത്തായിരുന്നില്ല നമ്മുടെ തെക്കിരിയുടെ അകത്ത്. ഓക്കെ അപ്പൊ നമ്മുടെ ആദ്യത്തെ ഫ്ലേവർ ഇവിടെ ഉള്ളതാണ് ഒറിജിനൽ സ്റ്റൈൽട്ടാ. നമ്മുടെ ശരിക്കുമുള്ള ഒറിജിനൽ സ്റ്റൈലില്ലേ. ഇവിടുത്തെ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ക്രേസിയാ ഗൈസ് ഈ ഒരു ചിപ്സിന് വേണ്ടിയിട്ടാ. എപ്പോ നാട്ടിൽ പോയാലും ഞാൻ മേടിച്ചോണ്ട് വരാറുണ്ട് എന്റെ നെയ്ബേഴ്സിന് വേണ്ടിയിട്ട്. ഓക്കെ അപ്പൊ ഇതാണ് ഒറിജിനൽ സ്റ്റൈൽ. ആൻഡ് നെക്സ്റ്റ് നമുക്ക് ഇവിടെ ഉള്ളതാണ് സോർ ക്രീം ഒനിയൻ ആൻഡ് പാഴ്സ്ലേ ഫ്ലേവറിന്റെ ഏട്ടാ. ഇവിടെ എഴുതിയിട്ടുണ്ട് എല്ലാ ഫ്ലേവേഴ്സ്. കഥകളി എനിക്കിതൊക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് നാട് ഓർമ്മയുണ്ട്. ആക്ച്വലി ഇന്നലെ ഞാനും മമ്മി ഇരുന്ന് ഗുരുവായൂർ അമ്പല നടയിൽ എന്ന് പറഞ്ഞ സിനിമ കണ്ടിരുന്നപ്പോ തന്നെ ഞാൻ എത്ര നാളായി കഴിച്ച് ഞാൻ നാട്ടിൽ പോയിട്ട് ഭയങ്കരമായിട്ട് ഞാൻ നാട് മിസ് ചെയ്തു. ഓക്കെ അപ്പൊ നെക്സ്റ്റ് എന്റെ ഭയങ്കര ഞാൻ എക്സൈറ്റഡ് ആയിരുന്നു ഈ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഇതാണ് പെരി പെരി. നിങ്ങൾക്ക് അറിയാമായിരിക്കും നമ്മുടെ വീഡിയോസ് നിങ്ങൾ കാണുന്നവരാണെങ്കിൽ റെഗുലർലി. പെരി പെരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ പെരി പെരി ഞാൻ അറിയണത് തന്നെ മെക്ഡോണൽഡ്സിൽ പോയിട്ട് എന്താ പറയാ അവിടെ ഫ്രഞ്ച് ഫ്രൈസ് ഇല്ലേ പെരി പെരി ഫ്ലേവർ അത് കഴിച്ചാണ് എനിക്ക് ഒരു എന്താ പറയാ ടേസ്റ്റ് ഭയങ്കരമായിട്ട് പിടിച്ചത്. ശേഷം അപ്പൊ നമുക്ക് ആദ്യം തന്നെ പെരി പെരി തുടങ്ങാലോ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി. ഇച്ചിരി കൂടുതൽ പൊട്ടിച്ച് തോന്നുന്നുണ്ട്. എനിക്ക് ഇതിന് മാത്രം സ്മെൽ വൈസ് എനിക്ക് ആ പെരിപ്പെരിയുടെ ആ ഒരു സ്മെല്ല് വന്നില്ല. ടേസ്റ്റ് വൈസ് നമുക്ക് നോക്കാം. ഓക്കെ ഓ നൈസ്. ആക്ച്വലി ഗുഡ്. സംഭവം അടിപൊളിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. 100 ഗ്രാമിന് 90 rupees ആണ് കേട്ടാ. ലെറ്റ് മി നോ ഇൻ ദ കമന്റ്സ്. നമ്മുടെ നാട്ടിൽ 100 ഗ്രാമിന്റെ ചിപ്സ് 100 ഗ്രാമല്ല നമ്മളവിടെ എനിക്ക് തോന്നുന്നു 250 ഗ്രാം ആയിരിക്കും അല്ലേ കിട്ടണം. അതിനെന്താ വില? ലെറ്റ് മി നോ ഇൻ ദ കമന്റ്സ് ഗൈസ്. ഇതിന്റെ പെരി പെരി മസാലയും കൂടെ ആഡ് ആയതുകൊണ്ടാണ്. എല്ലാത്തിനും റേറ്റ് സെയിം ആണ് കേട്ടോ. ടേസ്റ്റ് ഉണ്ട്. ഇങ്ങനെ ഉപ്പേരി കിട്ടാത്ത നാടാവുമ്പോ മഴ തിന്നത് ബഗ. നമുക്ക് നെക്സ്റ്റ് ഫ്ലേവറിലോട്ട് പോവാം. കാറ്റ് പോയി. ഓ നൈസ്. ഒരുമാതിരി നമ്മുടെ കുർമയില്ലേ കുർമയുടെ സ്മെല്ല് കൂടെ മിക്സ് ആക്കാം. നമുക്ക് മസാല ഒന്നും കൂടെ സെറ്റ് ആയിക്കോട്ടെ. അയ്യോ ഭഗവാനെ. മമ്മി വിളക്ക് കത്തിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഞാൻ കഴിച്ചോണ്ടിരിക്കണേ. അതിൽ സോറി ആക്ച്വലി ഞാൻ പീരീഡ്സിലാ ഗൈസ്. അല്ലെങ്കിൽ എനിക്ക് ബോധം ഉണ്ടായിരുന്നേനെ. ഓ ഗോഡ് സോറി സോറി. സന്ധ്യക്കായാ കഴിക്കണം. ഈ ചിപ്സിന്റെ ബ്രാൻഡാണ് ബിയോണ്ട് സ്നാക്ക് എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്തുട്ടാളോ അതല്ലേ ഞാൻ ആദ്യം പറയേണ്ടിയിരുന്നെ. ബിയോണ്ട് സ്നാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിന്റെ ആണ് കേട്ടാ. ഒരെണ്ണം വീണു ദൂരെ ഓടി. നമുക്ക് ട്രൈ ചെയ്യാം. എന്നാ ഗൈസ് ട്രൈ ചെയ്ത എല്ലാവരും. ഞാൻ നല്ല ചിപ്സ് തരാം. ഇങ്ങനെ പൊട്ടിയിട്ടുള്ളതല്ല. എന്നാ എങ്ങനെയുണ്ട്?
ടേസ്റ്റ് ആയിട്ട് നല്ല രസമുണ്ട് കേട്ടോ, കഴിക്കാൻ നല്ല രസമുണ്ട്. നമ്മുടെ കായ വറുത്തതിന്റെ ഒരു പ്രത്യേക ട്വിസ്റ്റ്, നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. ഐ ലൈക്ക് ഇറ്റ്. എന്റെ ഡയറ്റിംഗ് ഒക്കെ പമ്പ കിടന്നു തോന്നുന്നുണ്ട്. സൂപ്പർ. ഇതൊക്കെ കഴിച്ചിട്ട് ഒറിജിനലി ഞാൻ എനിക്ക് ഇറങ്ങുന്ന ഡൗട്ട്. ഒരു മിനിറ്റ്, നമ്മളൊരു ക്രിമനോണിന് ഇവിടെ വീണിട്ടുണ്ടായിരുന്നു. ആരും കണ്ടില്ല, ആരും കാണാനും പോയില്ല. കണ്ട ജനങ്ങൾ മുഴുവൻ കണ്ടു. ആക്ച്വലി വെള്ളം കുടിക്കട്ടെ, അല്ലെങ്കിൽ മറ്റേ ഫ്ലേവർ മനസ്സിലാവുണ്ട്. എനിക്ക് ഇതിന്റെ ഒപ്പം കുറച്ച് ശർക്കര വരട്ടിയും കൂടെ കിട്ടിയിരുന്നെങ്കിൽ. നൈസ്, അടിപൊളി. ഞാനിപ്പോ കരയും. ആക്ച്വലി ഇത് മാത്രല്ല കേട്ടാ, നമുക്ക് വേറെ ഒരു ഐറ്റം കൂടെ ഉണ്ട് നമ്മുടെ ഈവനിങ് സ്നാക്കായിട്ട്. നമുക്ക് കാണിച്ചല്ല. ലെറ്റ്സ് ഗോ, അടുക്കളയിൽ പോവാം. ഓക്കെ, മമ്മിയിൽ അവിടെ നാമ ചൊല്ലിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ സാധനം ഇങ്ങടൊക്കെ എടുത്തോണ്ട് വന്നു കേട്ടാ. അതാണ് നെക്സ്റ്റ് നമ്മൾ ട്രൈ ചെയ്യാൻ പോണത്. ഈ ഒരു സ്കിപ്പി ഐസ് പോപ്പ് ബ്രാൻഡിന്റെ ഐസ് പോപ്സ് ഇട്ട 100% നാച്ചുറൽ കളർ ഫ്ലേവേഴ്സ് ആണ് കേട്ടോ അതിനകത്ത്. അപ്പൊ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഓർഡർ ചെയ്തത്. അപ്പൊ ഞാൻ നിങ്ങൾ പറഞ്ഞില്ലായിരുന്നു ഇവിടെ വന്നതിന് മുന്നേ നാട്ടിൽ വെച്ച ഈ ഐറ്റംസ് മേടിച്ചിരുന്നെന്നുള്ളത്. അപ്പോൾ നാട്ടിൽ ഈ ഐറ്റം ഞാൻ ഓൾറെഡി മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇത് പാക്ക് ഓഫ് 2 ആണ് കേട്ടോ. ഇതിനകത്ത് ഒരേപോലെ തന്നെ 2 ഫ്ലേവേഴ്സ് നമുക്ക് കിട്ടും. അപ്പൊ സാധനങ്ങൾ നിങ്ങൾക്ക് കാണണ്ടാവില്ല, ബിക്കോസ് ഇവിടെ ഉണ്ട്. ഞാനൊക്കെ ഫ്രീസ് ചെയ്തിട്ട് കൊണ്ട് വെച്ചേക്കാം. നാട്ടിൽ വെച്ചിട്ട് ഞാൻ ഇത് മേടിച്ചപ്പോൾ ഒക്കെ ഫ്രീസ് ചെയ്തു, പക്ഷെ ഇങ്ങടേക്ക് വരേണ്ടി വന്നല്ലോ. അപ്പൊ പിന്നെ ഞങ്ങൾ എടുത്തില്ല, തിരിച്ചങ്ങടേക്കാന്ന് പപ്പ കൊണ്ടും തീർത്തു തന്നെ. അപ്പൊ ഞാൻ ഇവിടെ വീണ്ടും റീ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഒരെണ്ണം പോലും ഞാൻ ട്രൈ ചെയ്തിട്ടില്ല ഗൈസ്, ട്രസ്റ്റ് മീ. ഓക്കെ, അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് സോ എക്സൈറ്റഡ്. ഫൈനലി ഒരു കൊല്ലം എനിക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരുന്നത് ട്രൈ ചെയ്യാനായിട്ട്. ഐ എം സോ എക്സൈറ്റഡ്. ഇത് കാണുമ്പോൾ നാട്ടിലുള്ള നമ്മുടെ സിപ്പപ്പ്, എനിക്ക് എന്തൊരു ഓർമ്മ, 5 രൂപ മിൽക്കി സിപ്പപ്പ്. ഇത്തവണ നാട്ടിൽ പോയാ കുറെ ഐറ്റംസ് ഉണ്ട് ഗൈസ്. ഞാൻ എത്ര നാളായിട്ട് മിസ് ചെയ്യാന്നറിയാമോ, എനിക്ക് ട്രൈ ചെയ്യണം എന്നുള്ളതിൽ. അപ്പൊ ഞാൻ കുറെ ഐറ്റംസ് ആണ്, അതിനകത്ത് ഒന്ന് നമ്മുടെ സിപ്പപ്പാണ്. ആൻഡ് ഇവിടെ ആണെങ്കിൽ പെപ്സി 2 രൂപ മതി പെപ്സി. ഇപ്പൊ 2 രൂപ ആദ്യം 1 രൂപ ആയിരുന്നു. ഓക്കെ, അപ്പൊ എനിക്ക് കൂടുതൽ പിടിക്കാൻ പറ്റില്ല, ഭയങ്കര തണുപ്പ്. ഇത് ഞാൻ ഇവിടെ വെക്കേണ്ട ഓരോരോ ഫ്ലേവേഴ്സ് ഒക്കെ കാണിച്ചുതരാം. ഓക്കെ ഗൈസ്, സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് അവർ പർപ്പിൾ കളർ. അപ്പൊ ഈ ഒരു പർപ്പിൾ കളറിനകത്ത് ആദ്യം നമ്മുടെ ഫ്ലേവർ ഉള്ളതാണ് റാസ്ബെറി. എല്ലാത്തിനും ഞാൻ ജസ്റ്റ് കുറച്ച് ടേസ്റ്റ് ചെയ്ത് ഫ്രീസറിൽ കൊണ്ട് വയ്ക്കൂട്ടാം, കാരണം മുഴുവൻ എനിക്ക് കുടിക്കാൻ പറ്റില്ല, ബിക്കോസ് നമുക്ക് ഇനി ഡിന്നറും ബാക്കിയല്ല. അതുകൊണ്ട് ഞാൻ ബാക്കി ഞാൻ അങ്ങനെയൊക്കെ തീർത്തോണ്ട്. ഓക്കെ ഫൈൻ. എന്റെ എല്ലാ എസ്തറ്റിക്കും പോയി. പല്ലുമ്പോ നമ്മുടെ കായ വറുത്തത് ഇരിപ്പുണ്ട്. നാട്ടാ എല്ലാരും ടേസ്റ്റ് ചെയ്തു. ഇതിനെ ആക്ച്വലി കടിച്ചില്ല ഞാൻ പൊട്ടിക്കാനായിട്ട്. അപ്പൊ എനിക്കിതിന്റെ ടേസ്റ്റ് ഇച്ചിരി വായി പോയിട്ടാ. എനിക്കിത് മണക്കുമ്പോ ഒരു പർപ്പിൾ കളറിന്റെ റാസ്ബെറി ചോക്കോബാർ കിട്ടുമായിരുന്നു ഗൈസ്. പണ്ട് ഞാൻ ചെറുതായിരുന്നു. അപ്പൊ ഇപ്പൊ അത് കാണാനും കൂടിയില്ല, കാണാനില്ല. ഓക്കെ, നമുക്ക് ട്രൈ ചെയ്യാം. കുറച്ച് ഐസും കൂടെ കടിക്കാം. സൂപ്പർ. എന്നെ പറ്റിക്കാനായിട്ട് പപ്പ നോള പറഞ്ഞു, ഇത് കൊള്ളൂല്ലായിരുന്നു. ഞാൻ അപ്പൊ ചോദിക്കില്ലല്ലോ മുഴുവൻ എന്തിനാ നിർത്തുക. ഞാൻ കൺട്രോൾ ചെയ്യാം ഗൈസ്, ബിക്കോസ് ഇത് കഴിച്ചോണ്ടിരുന്ന ബാക്കി നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റാണ്ടായി. നെക്സ്റ്റ് നമുക്ക് മമ്മിയുടെ ഫേവറേറ്റ് കളർ ഗ്രീൻ നിന്ന് തുടങ്ങാം. സോ ഇതാണ് ലെമൺ ഫ്ലേവറിന്റെ കേട്ടാ. ഓക്കെ, അത് നിങ്ങൾക്ക് തന്നില്ല, സോറി. ഇതാ എല്ലാരും കുടിച്ചോ. ലിംക ഒരു രക്ഷയില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. വൈറ്റ് കളറിന്റെ 2 രൂപയുടെ പെപ്സി കിട്ടുമായിരുന്നു, അതേ ടേസ്റ്റ്. കൺട്രോൾ ബെഗ കൺട്രോൾ. ഇത് നിനക്കുള്ളത് ആരും എടുക്കാൻ പറ്റൂല. ഈ ആഴ്ചയിൽ 3ാമത്തെ പ്രാവശ്യം ഗൈസ് എനിക്ക് ചോക്കിങ് വന്നേക്കണേ. എനിക്ക് ഒരിക്കലും ഇങ്ങനെ ഉണ്ടാവാറില്ല കേട്ടാ, വളരെ റേറാ, കൊല്ലത്തിൽ ഒരിക്കൽ. ബട്ട് ഇത് ഈ ആഴ്ചയിൽ തന്നെ 3 പ്രാവശ്യം അല്ല. തൊണ്ടയിൽ അടിപൊളി പിങ്ക് ഉണ്ട് ഇവിടെ. നമുക്ക് ചേച്ചിയുടെ ഫേവറേറ്റ് ഫ്ലേവർ ഇത് എന്തെന്നാണ് ഫ്ലേവർ? ബബിൾ ഗം. ഞാൻ ഓർത്തില്ല കേട്ടോ, ആദ്യത്തെ 2 തവണ ഞാൻ കഴിച്ചത്. നിങ്ങൾക്ക് സാരല്ല, ഇങ്ങനെയല്ലേ സ്നേഹം കൂടെ പോട്ടെ. ബൂം ബൂം ബൂമർ. ടു ബി ഓണസ്റ്റ് എനിക്ക് ബബിൾ ഗമ്മിന്റെ ടേസ്റ്റ് ഇപ്പം അങ്ങനെ പണ്ടത്തെ പോലെ ഇഷ്ടമില്ല. കൊല്ലങ്ങളായി ഞാൻ ച്യൂയിങ് ഗംസ് തൊടാറില്ല. സെന്റർ ഫ്രൂട്ട്, മറ്റേ എന്തുട്ടാണ് പല്ലിന് വേണ്ടിയുള്ള എന്തോ വരാറില്ല, ഡെന്റൽ
ഒരു എന്നിട്ട് പശുവിന്റെ പല്ല് വെളുത്തതായിട്ട് കാണിക്കണ ഒരു അഡ്വർടൈസ്മെന്റ് ഇല്ലോ, അതൊന്നും ഞാൻ കഴിക്കാം. ഓർബിറ്റ്. നെക്സ്റ്റ് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ളതാണ് ഈ ഒരു കൊക്കോല ഫ്ലേവർ. എന്നിട്ട് നമ്മൾ ലിംക ഫ്ലേവർ, ലെമൺ ഫ്ലേവർ ട്രൈ ചെയ്തില്ല. ഗ്രീൻ ഏകദേശം അതുപോലെ തന്നെ തോന്നുന്നത്. അത് കുറച്ചുകൂടെ സ്ട്രോങ് ആണ്, കുറച്ച് മൈൽഡ് ലെമൺ ഫ്ലേവർ ആണ്. പക്ഷെ ടേസ്റ്റ് ഉണ്ട്, നല്ല കോള ഫ്ലേവർ അല്ല തോന്നണേ. എല്ലാരും കഴിച്ചോ, കുടിച്ചോ. ഇന്ന് എന്ത് പറയും, കഴിക്കോ കുടിക്കോ, രണ്ടും ഉണ്ടല്ലോ ഇതിനകത്ത്. എന്നിട്ട് ബേഗം കഴിക്കുന്നുണ്ട്. നമ്മുടെ ലാസ്റ്റ് ഫ്ലേവേർഡ് സിപ്പ് അപ്പ് ഓഫ് ദ ഡേ. ഞാൻ പ്രതീക്ഷിച്ചത് മിരിണ്ട അതൊക്കെ ഉണ്ടാവൂലേ, അതിന്റെയൊക്കെ ചൊവയാകും എന്നാണ്. ബട്ട് നോ, ഓറഞ്ച് ആണെന്നുള്ള ഒരു ഫീൽ വരുന്നില്ല. മാംഗോ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അത് കഴിഞ്ഞിട്ടാണ് ഇതാണ് ഈ ഓറഞ്ച്. ഇല്ലാണ്ട് ഇത്രയും ബാക്കിയാണ്, ഞാൻ മുഴുവൻ തീർക്കില്ല. യു ഹാവ് നോ ഐഡിയ ഗൈസ്, ഇതൊക്കെ എത്ര നാള് കഴിഞ്ഞാ കഴിക്കണം എന്നറിയാമോ. ഐസ് കഴിക്കുക, ഫ്രിഡ്ജിൽ തണുത്ത വെള്ളം, ഇതൊക്കെ കംപ്ലീറ്റ്ലി ഞാൻ എനിക്ക് വേണ്ടി, ആരും പറഞ്ഞിട്ടല്ല, ഞാൻ എനിക്ക് വേണ്ടി തന്നെ സ്റ്റോപ്പ് ആക്കിയതാണ്. കംപ്ലീറ്റ്ലി നോ. അതുപോലെ കോൾഡ് ഡ്രിങ്ക്സ് ആയാലും കംപ്ലീറ്റ്ലി നോ ഫോർ മീ. കണ്ട ഇതൊക്കെ അതേ മെൽറ്റായി തുടങ്ങി. ഇത് പെട്ടെന്ന് മെൽറ്റായി പോകും. അതായത് ഇതിന് ഫ്രീസ് ചെയ്യാൻ കുറച്ച് നേരം പിടിക്കൂട്ടാ. അതല്ല, രാത്രി വെച്ച് കഴിഞ്ഞാൽ രാവിലെ പെട്ടെന്ന് ഫ്രീസ് ആവും. അത് വേറെ ഡിന്നർ ടൈം. ഡിന്നറിന് വേണ്ടി നമ്മൾ കഴിക്കാൻ പോണതാണ് ഹെൽത്തി. ഫൈനലി ഇന്നത്തെ ദിവസം ഒരു നോർമൽ സാധനം ഞാൻ കഴിക്കാൻ പോകണമെന്ന് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് മ്യൂസ്ലി ഞാൻ ഡെയിലി കഴിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് കഴിക്കാം. ഐ എം സോ എക്സൈറ്റഡ്. ഞാൻ ഇത് മേടിച്ചപ്പോൾ മുതൽ എക്സൈറ്റഡ്. ലുക്ക് അറ്റ് ദ പാക്കേജിംഗ് ഗോയ്സ്, എന്തൊരു ബ്യൂട്ടിഫുൾ പർപ്പിളാന്ന് നോക്കിയാൽ. ബൈ ദ വൈ, ഇതാണ് ആൽപിനോ ഹെൽത്ത് ഫുഡിന്റെ പീനട്ട് ബട്ടർ സൂപ്പർ ഓട്സ് ചോക്ലേറ്റ് ഫ്ലേവർ. ഐ എം വെരി എക്സൈറ്റഡ്. ഞാൻ ഇത് ആക്ച്വലി മ്യൂസ്ലി ആണെന്നാണ് വിചാരിച്ചിരുന്നത് കേട്ടോ. പക്ഷേ മ്യൂസ്ലി അല്ല, നോർമൽ ആയിട്ടുള്ള ഓട്സ് ആണ്. അത് പീനട്ട് ബട്ടറും ചോക്ലേറ്റിന്റെ ഫ്ലേവർ ഉണ്ട്. അൺസ്വീറ്റൻഡ് ആയിട്ടുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള പോലെ മധുരം നമുക്ക് ആഡ് ചെയ്യാം. അപ്പൊ ഞാൻ വിചാരിച്ച് വേഗം ഇപ്പൊ കുതിർത്തിയത്. കാരണം നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും രാവിലെ മോലി കൂറ വേഷത്തിൽ ഈ പിശാചിനെ കണ്ടുകൊണ്ടിരിക്കും, കുളിക്കൊന്നും വേണ്ട. രാവിലെ കുളിച്ചിട്ടാണ് ഞാൻ നിങ്ങളെ കാണാൻ വന്നത്. ഓക്കെ, അപ്പൊ ഇനി ഞാൻ വീട്ടിൽ നിന്ന് പോയി കുളിക്കട്ടെ. ഞങ്ങൾ പുറത്തേക്കൊക്കെ ഒന്ന് പോയിട്ട് വന്നിട്ട് കുറച്ച് ചോറും അരി മേടിക്കാനുണ്ടായിരുന്നു. അതൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ പോന്നു. സയ്യസ്, അപ്പൊ പാല്, തണുത്ത പാല് നമുക്ക് ഉണ്ടോ ഓൾറെഡി. അപ്പൊ നമുക്ക് ആദ്യമേ ഇതിനൊന്ന് കുതിർത്തി വെക്കാം. ഞാൻ എന്നിട്ടൊന്ന് പോയി ഒന്ന് കുളിച്ചിട്ട് വരുമ്പോഴത്തേക്ക്, കുളിക്കാൻ തന്നെ ബോഡി വാഷ് ചെയ്ത് വരുമ്പോഴത്തേക്കും സമാധാനമായിട്ട് നമുക്ക് നമ്മുടെ ഡിന്നർ എൻജോയ് ചെയ്യാം. സോ ലെറ്റ്സ് പ്രിപ്പയർ. ഇത് ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത്, നല്ല ചോക്ലേറ്റ് ഫ്ലേവർ ആയിട്ട്. എന്താ പച്ച കാണുന്നുണ്ടല്ലോ, ഒരു മിനിറ്റ്. സ്പൂണുണ്ട്, ഇത്ര വലിയ സ്പൂൺ. എന്തൊരു തിക്കായിട്ടുള്ള ചങ്കി ഓട്സ്. കുറച്ച് ഡേറ്റ് സിറപ്പ്, കുറച്ച് പാല്, അത്യാവശ്യം പാല്. ഇനി നമുക്ക് ഇതിനെ ഫ്രീസറിലേക്ക് വെക്കാം. ജസ്റ്റ് ഫ്രീസ് ആക്കാനല്ല കേട്ടോ, ഞാൻ ഒന്ന് പോയി വരുമ്പോഴത്തേക്കും ഒന്ന് നന്നായിട്ട് തണുക്കുമല്ലോ. അപ്പം എനിക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു അവസ്ഥ. ലെറ്റ്സ് ഗോ ആൻഡ് ടേക്ക് എ ഷവർ. ഓക്കെ പിള്ളേരെ, ഞാൻ കുളിച്ചിട്ട് ബോഡി വാഷ് ചെയ്തിട്ട് വന്നു. ഐ ആം ഫീലിംഗ് സോ ഗുഡ്. ഓക്കേ, ഹിയർ ഈസ് അവർ ഓട്സ്. ലെറ്റ്സ് ടേക്ക്. നമ്മുടെ ഓട്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഇത് ഐസും കട്ട ആവുന്ന ഞാൻ വിചാരിച്ചിരുന്നത്, പക്ഷെ ആയില്ല കേട്ടോ. സാധാരണ അങ്ങനെ ആവാറുണ്ട്. ഞാൻ മ്യൂസ്ലി പാലിലിട്ടിട്ട് ട്രൈ ചെയ്ത് നോക്കും. മമ്മി ഈ പാക്കറ്റ് ഒന്ന് തന്നെ മമ്മി, ഈ ഒരു പർപ്പിൾ പാക്കറ്റ്. ഓക്കെ, ഞാൻ ആദ്യം ഇത് റോ ഫോമിലൊന്ന് കഴിച്ചു നോക്കട്ടെ കേട്ടോ എങ്ങനെ ഉണ്ടെന്നുള്ളത്. എന്നിട്ട് നമുക്ക് ഇതിനകത്ത് എന്താ പറയുക, മധുരം ആഡ് ചെയ്തിട്ടുണ്ടല്ലോ ഞാൻ. ഇതിനകത്ത് മധുരം ഇല്ല. മണം ആദ്യം തന്നെ അടിക്കണത് പീനട്ട് കപ്പലണ്ടിയുടെ കേട്ടാ. നമുക്ക് ജസ്റ്റ് കുറച്ചൊന്ന് ഇത്ര ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, തിന്നുമ്പോൾ എങ്ങനെയുണ്ട്. മധുരം ഉണ്ടല്ലോ, അത് മധുരം ഉണ്ട് കേട്ടാ. പീനട്ട് ബട്ടർ അൺസ്വീറ്റ് ആയിട്ട് മധുരം ഇല്ലാത്ത പറഞ്ഞേക്കണം. മധുരം ഓൾറെഡി ഉണ്ട്. അയ്യോ, ഞങ്ങൾക്ക് വേറെ മധുരം ആഡ് ചെയ്തിട്ടുണ്ട്, കോളാവും. ഞാൻ ആദ്യമേ ടേസ്റ്റ് ചെയ്താൽ മതിയായിരുന്നു. അത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടാ. ഐ എം എക്സൈറ്റഡ്. ഈ ഫുൾ ഈ ഒരു പാക്കിൽ ഗൈസ് 210 ഗ്രാം ഓഫ് പ്രോട്ടീൻ ഉണ്ട്. അപ്പം 100 ഗ്രാമിൽ നമുക്ക് എത്ര പ്രോട്ടീൻ കിട്ടും? 21 ഗ്രാം പ്രോട്ടീൻ കിട്ടും നമുക്ക് ഇതിനകത്ത് 100 ഗ്രാമിൽ. വാവ്, സോ നൈസ്. ഇത് ആക്ച്വലി ഞാൻ നിങ്ങൾക്ക് റേറ്റ് പറഞ്ഞുതരാം കേട്ടോ. ഇതിന്റെ റേറ്റാണ് 549 ഫോർ. ഇത് 1 കിലോ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. നമുക്ക് നമ്മുടെ ശരിക്കുള്ള അവസ്ഥയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വെരി എക്സൈറ്റഡ്. ഇത് കുതിർന്നില്ല, കുറച്ചും കൂടെ കുതിർന്നായിരുന്നു. ഇല്ല, മ്യൂസ്ലിയുടെ കൺസിസ്റ്റൻസി വന്നില്ല. സാധാരണ അത് ഇച്ചിരി കുതിർന്നതല്ലേ, ഇത്രയും നേരം കൊണ്ട്. ഇത് കുതിർന്നില്ല. കുഴപ്പമില്ല, നമുക്ക് എന്തായാലും ട്രൈ ചെയ്യാം. എന്താ ഗൈസ്, എല്ലാരും കഴിച്ചു. എങ്ങനെയുണ്ട്? ഓ ഗോഡ്, സോ ഗുഡ്. മമ്മി സൂപ്പർ ടേസ്റ്റ്. ആക്ച്വലി മമ്മിക്ക്
പീനട്ടിന്റെ ചൊവ പീനട്ട് ബട്ടറിന്റെ ചൊവ അത്ര പിടിച്ചാലോ ചില സമയത്ത് കുഴപ്പമില്ല. അപ്പൊ ഇന്ന് മമ്മിക്ക് പിടിച്ച മമ്മി വേണ്ടെന്ന് പറഞ്ഞു. മമ്മി ഒരു സ്പൂൺ തിന്ന് നോക്ക്, സൂപ്പർ ടേസ്റ്റ്. ട്രൈ. സത്യം പറ, എനിക്കിഷ്ടം പോയിട്ടില്ല. മമ്മിക്ക് പീനട്ടിന്റെ ചൊവ ഇഷ്ടപ്പെടില്ല. അതങ്ങനെയാണ്, സാരില്ല. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട യമ്മി, ഒന്നും പറയാല്ല. ഓക്കെ കഴിച്ച് ഞാൻ നിങ്ങളെ മറന്നു കഴിക്കട്ടെ. 10:51 ആൻഡ് ഓൾറെഡി അത്യാവശ്യം ലേറ്റ് ആയിരുന്നു ഗൈസ്. ഞാൻ ഭയങ്കര ടയർഡാണ്, ഭയങ്കരമായിട്ട് എനിക്ക് ഉറക്കം വന്നിട്ടുണ്ട്. ആൻഡ് പ്രത്യേകിച്ച് ഈ വൈകുന്നേരം രാത്രി സമയത്ത് ഈ പാലും മ്യൂസിലേക്ക് ഓടിച്ചിട്ട് കഴിക്കുമ്പോൾ എനിക്ക് നല്ല സുഖമാണ്. നാളത്തെ ദിവസം തന്നെ വയറ് നല്ല സുഖമായിട്ട് ഇരിക്കുകയും ചെയ്യൂട്ടെ. സോ എക്സൈറ്റഡ്, കാരണം നാളെ അത്യാവശ്യം വർക്ക് ചെയ്യാനുണ്ട്. ആൻഡ് വർക്ക് ചെയ്യാനുള്ള ഫുൾ എക്സൈറ്റ്മെന്റ് ആൻഡ് മൂഡുണ്ട്. ഇപ്പൊ വേഗം കിടന്നുറങ്ങിയാൽ രാവിലെ വേഗം ഓടിക്കോളൂ. ആൻഡ് അടിപൊളിയായിട്ട് നാളെ ഒരു നല്ല അടിപൊളി പ്രൊഡക്റ്റീവ് ഡേ ആക്കാൻ പറ്റുള്ളൂ. സോ യെസ് ഗൈസ്, ഇന്നത്തെ വ്ളോഗ് എങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ പറയാം. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാം, വേഗം തന്നെ നമ്മുടെ വ്ളോഗ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വ്ളോഗ് വെച്ച് അല്ലെങ്കിൽ നെക്സ്റ്റ് ഫുഡ് ചാലഞ്ച് വെച്ച് വേഗത്തിൽ കാണിച്ചു വെച്ചേക്കാൻ. ഓൾവേസ് റിമെമ്പർ ദാറ്റ് ഐ പ്രൊപ്പൽ യു all. Bye.